മനുഷ്യരുടെ കൽപ്പനകൾ കേട്ട് 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 കുടുംബം തകർന്നു പോയിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വിഷയം നമ്മളൊന്ന് പഠിച്ചു തുടങ്ങി, മറ്റൊന്നുമല്ല. എന്തുകൊണ്ട് എന്ന് സഭയിലെ പ്രസംഗപീഠങ്ങൾ ശുഷ്കമായിരിക്കുന്നു, ബലഹീനമായിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഡെഡ് പുൾപിറ്റ്സ് എന്ന് പറയാം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, പലപ്പോഴും ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വചനത്തെക്കാട്ടിലും മാനുഷിക വചനം, അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് അല്ല സംസാരിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വചനങ്ങൾ വാസ്തവമായി നമുക്ക് രൂപാന്തരം വരുത്തുന്നതാണെങ്കിൽ അത് ആത്മാവിൻ്റെ വചനം തന്നെയായിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു അതിൻ്റെ കാരണങ്ങൾ. ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട് അറിവുകൾ. വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ദ സെർമൺസ് വിച്ച് വി ഹിയർ. ഒരുപാട് അറിവ് നമുക്ക് കിട്ടുന്നു. ബട്ട് ടു ലിറ്റിൽ എന്താണ് ഇൻസ്പിറേഷൻ, എന്താണ് ഒരു പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. വചനം കേട്ടു, ഇന്നത്തെ വചനം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ നോട്ടൊക്കെ എഴുതിയെടുത്തു, നല്ലതായിരുന്നു. ഞാൻ ഇത്ര വട്ടം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചെന്നറിയാമോ വചനം കേട്ടപ്പോൾ? പക്ഷെ വാട്ട്സ് ദ യൂസ്? ഇല്ലേ, എന്നെ അത് ഇൻസ്പയർ ചെയ്തില്ല. എനിക്ക് ഒത്തിരി ഇൻഫർമേഷൻ തന്നു. ടുഡേ സെർമൺസ് ബ്രിങ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ബട്ട് വെരി ലിറ്റിൽ ഇൻസ്പിറേഷൻ. അതിനെപ്പറ്റി ചില വാക്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ആ വിഷയം വിടാം. പലപ്പോഴും പ്രസംഗങ്ങളിൽ ലോട്ട് ഓഫ് ഒറേറ്ററി സ്കിൽസ്, ഒരുപാട് നല്ല നല്ല ഭാഷാ നൈപുണ്യവും ഈ പറഞ്ഞ പോലെ അല്ലേ എല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം ടു ലിറ്റിൽ പ്രൊഫറ്റിക് വോയിസ്. അതിനകത്തൊരു പ്രവചന ശബ്ദമില്ല, അല്ലേ? ആത്മാവ് സഭകളോട് പറയുന്നു എന്ന് പറഞ്ഞ് കേൾക്കത്തക്കവണ്ണം ആത്മാവിൻ്റെ ഒരു ശബ്ദം ഈ എവിടെയില്ല, സഭകളിൽ നിന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വി ഹിയർ എ ലോട്ട് ഓഫ് സെർമൺസ് ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വേർ ഇസ് ദ വോയിസ് ഓഫ് ഗോഡ്? വേർ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവശബ്ദം എവിടെ? അല്ലേ, ദൈവം സഭയോട് സംസാരിക്കുന്ന ശബ്ദം എവിടെ? പ്രസംഗങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നതും വേണേൽ ഒരു പ്രസംഗമായിട്ട് വേണേൽ എടുക്കാം. പക്ഷേ എൻ്റെയും പ്രാർത്ഥന, ലോർഡ് വേർ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ് ടു ദ ചർച്ച്? അപ്പോൾ ഇന്ന് ഒരു പ്രൊഫറ്റിക് വോയിസ് നമുക്ക് സഭയ്ക്ക് വേണ്ടിയിരിക്കുന്നു, അല്ലാതെ ഒറേറ്ററി സ്കില്ലല്ല നമുക്ക് വേണ്ടിയത്. നല്ല പ്രസംഗശാസ്ത്രം പഠിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസംഗിക്കാൻ കഴിയും, അല്ലേ? പക്ഷേ അതിലൊന്നുമല്ല കാര്യം. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ AI കൂടെ വന്നപ്പോഴത്തേക്കും അതിനേക്കാളും പ്രശ്നമാണ് നിർമ്മിത ബുദ്ധി, അല്ലേ? ഒരു പ്രസംഗത്തിൻ്റെ ടോപ്പിക് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് പ്രസംഗം നല്ല വില ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ തരും. അതിങ്ങോട്ട് വന്ന് പ്രസംഗിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആത്മാവില്ലാത്തവനും ആത്മാവിലായിപ്പോവും. അതുപോലുള്ള പ്രസംഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? പക്ഷെ നമുക്ക് അതല്ല ആവശ്യം. മനുഷ്യൻ്റെ ബുദ്ധിയും നിർമ്മിത ബുദ്ധിയും ഒന്നുമല്ല നമുക്ക് ആവശ്യം. മൂന്നാമതൊരു കാര്യം കൂടെ കണ്ടു, ഓർമ്മയുണ്ടോ? ടൂ മച്ച് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഇന്നത്തെ പ്രസംഗങ്ങളിൽ ഞാനൊരു കാണുന്നൊരു വലിയ അപകടം, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്. അതിൻ്റെ മലയാളം കഴിഞ്ഞ ആഴ്ച ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനിങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഒരാൾ എനിക്ക് മലയാളത്തിൽ മാനസികോല്ലാസം പിടികിട്ടിയല്ലോ. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലല്ലേ? അയ്യോ, നിങ്ങളെയൊക്കെ കണ്ടാൽ തോന്നുന്നു ഞായറാഴ്ച പള്ളിയിൽ മാനസികോല്ലാസം. അതെന്തോ എനിക്കറിയത്തില്ല. ഇതിങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഫോൺ എടുത്തിട്ട് അടുത്ത എൻ്റർടൈൻമെൻറ്റാണ് നോക്കുന്നത്, അല്ലേ? അപ്പം എൻ്റർടൈൻമെൻറ്റും എക്സൈറ്റ്മെൻറ്റും എല്ലാവരെയും സന്തോഷിപ്പിക്കണം, സൂഹിപ്പിക്കണം, അല്ലേ? എല്ലാവരെയും തൃപ്തരാക്കണം. അതിനു വേണ്ടിയുള്ള പ്രസംഗങ്ങളൊന്നും ഒത്തിരിയുണ്ട്. പക്ഷേ ടു ലിറ്റിൽ എഡിഫിക്കേഷൻ, ഒരു ആത്മീയ വർധന വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു എംപവർമെൻറ്റ്, അല്ലേ, അതുമില്ല. എനിക്ക് വാസ്തവമായിട്ട് ഞാനിന്ന് ദൈവവചനം കേട്ടു. ഐ വാസ് റിയലി എഡിഫൈഡ്. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, ഞാൻ സമർപ്പിച്ചു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട്, അല്ലേ, ചിലപ്പം ചില പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ പറയത്തില്ല, ഞാനവിടെ കുനിഞ്ഞിരുന്ന് മുഴുവൻ നേരം കരയുമായിരുന്നു. എന്തായിരുന്നു ആ കരഞ്ഞതിൻ്റെ കാര്യം? അത് എന്നോടാണ് സംസാരിച്ചത്. ഞാനവിടെ ഇരുന്നുകൊണ്ട് എന്നെ തന്നെ ഒന്ന് ചോദന ചെയ്ത് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്നൊരു സമർപ്പണം അങ്ങ് ചെയ്തു. കർത്താവേ, ഞാനിന്ന് ഇവിടെ ഇറങ്ങി പോകുമ്പം ഞാൻ വന്നതുപോലെ അല്ല പോകാൻ പോകുന്നത്, ഇനി ഞാൻ ഇങ്ങനെ അല്ല ജീവിക്കാൻ പോകുന്നു. അങ്ങനൊരു തീരുമാനമെടുത്തെങ്കിൽ that message or sermon or word of God really edified you. ശരിയല്ലേ? എന്നെ അത് എനിക്കൊരു ആത്മീയവർദ്ധന ഉണ്ടാക്കി എന്നുള്ളതാണ് കാര്യം. നാലാമതൊരു കാര്യം കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചോ? ഇല്ല. ഓക്കെ. എത്ര വരെ പറഞ്ഞത് പലപ്പോഴും എനിക്കും ബോധ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. നാലാമത്തത് ടൂ മച്ച് ഓഫ് നോയ്സ്, ടൂ ലിറ്റിൽ വോയിസ്. രണ്ടും ഇംഗ്ലീഷ്, രണ്ട് വാക്ക്. ആദ്യത്തെ ഒരു അക്ഷരമേ മാറിയുള്ളൂ. ഒന്നെന്താണ്?
നോയ്സ്. എന്താണ്? ബഹളം. ഇന്നത്തെ പ്രസംഗത്തിൽ ഒത്തിരി എന്താണ്? ബഹളം. ബട്ട് വെരി ലിറ്റിൽ വോയിസ്. വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദമല്ല, ദൈവശബ്ദം. ഇന്ന് ഒത്തിരി ബഹളം കേൾക്കുന്നു. ഞാൻ പണ്ടൊരിക്കൽ ആരാധനയെ പറ്റി ഒരു കമൻറ്റ് പറഞ്ഞത് ഒത്തിരി വൈറലായി. ആരാധനയിൽ ബഹളമാവാം, പക്ഷേ ബഹളമല്ല ആരാധന. ഇന്ന് ഒത്തിരി അടുത്തുള്ള പ്രശ്നം കുറേ ബഹളം അങ്ങ് വെച്ചിട്ട് നമ്മളങ്ങ് ആരാധനയാണെന്ന് അതിനങ്ങ് പേര് വിളിക്കും. നമുക്കും സന്തോഷം, ഒക്കെ ഒത്തിരി ബഹളം വെച്ചു അല്ലേ. പക്ഷേ ബഹളത്തിനൊക്കെ ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാവും ഈ ബഹളത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഈ ബഹളമെല്ലാം നിൽക്കുമ്പം അവസാനം എന്തുമായിരുന്നു? എനിക്ക് ടേക്ക് എനിക്കിവിടെ നിന്ന് എനിക്ക് കിട്ടി? ഒന്നുമില്ല. എൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ഇരിക്കുന്നു, എൻ്റെ അവസ്ഥ അതുപോലെ. ബഹളം മാത്രം ഉണ്ടായിരുന്നു. ആ ബഹളത്തിലൊരു രസം ഉണ്ടായിരുന്നു, പക്ഷേ ബഹളം കൊണ്ട് ഒന്നും നേടുന്നില്ല. ഇന്നത്തെ അത് ആരാധനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇവിടെ പലപ്പോഴും വചനത്തിലും ഒരുപാട് ബഹളം. ഇപ്പം ഞാനിപ്പം സാവകാശമായിട്ട് പറയാം, എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും അവരുടെ നാച്ചുറൽ വോയിസിലാണ് സംസാരിച്ചത്. ശരിയാണോ? ആയിരുന്നല്ലോ. അവരുടെ സ്വാഭാവികമായ അവരുടെ ശബ്ദത്തിലാണ് സംസാരിച്ച്. അതേസമയത്ത് അവർ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ശബ്ദം അറിയാമെന്നിരിക്കട്ടെ, ഇങ്ങോട്ടൊന്ന് മൈക്ക് എടുത്ത ഉടനെ ശബ്ദം അങ്ങ് മാറ്റി എങ്ങിരിക്കും. പെട്ടെന്ന് ശബ്ദം അങ്ങ് മാറ്റി. അതിന് ടെക്നിക്കലി പറഞ്ഞൊരു വേർഡാണ് വൈബ്രേഷൻ ഇടുക. പക്ഷേ ഇന്നത്തെ പ്രശ്നം ഈ വൈബ്രേഷൻ ഇല്ലാതെ പ്രസംഗിച്ചാൽ വലിയ പ്രശ്നമാണ്. അതൊരു പ്രസംഗമായിട്ടേ കൂട്ടുന്നില്ല. അതുകൊണ്ടല്ലേ എന്നെയൊക്കെ ആരും പ്രസംഗിക്കാൻ വിളിക്കാത്തത്. ഞാൻ ചിലപ്പം ചിന്തിക്കൂ, എന്ത് ചെയ്യാനാ? ഇല്ല, നമുക്ക് വൈബ്രേഷൻ ഇഷ്ടമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെങ്ങനെയാണ് സൃഷ്ടിച്ചത്? അതുകൊണ്ട് ഈ വൈബ്രേഷൻ ഒത്തിരി നോയ്സ് ഉണ്ട്. പക്ഷേ വാട്ട് വി നീഡ് ഈസ് എ വോയിസ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 1:23. ജോൺ ചാപ്റ്റർ 1:23. യോഹന്നാൻ 1:23. അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, ദ വോയിസ് ഇൻ ദ വിൽഡർനെസ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് യു ഷുഡ് ബി എ വോയിസ് വേർ ഇൻ ദ വിൽഡർനെസ്. മരുഭൂമിയാണ്, ചുറ്റും ഒന്നുമില്ല, ഒരു വെള്ളമോ ഒന്നുമില്ല, സമ്പൂർണ്ണ വരൾച്ചയാണ്. പക്ഷെ ആ വരണ്ടിരിക്കുന്നിടത്ത് ഒരു തുള്ളി വെള്ളം അവിടെ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. അതുപോലെയാണ് ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായിരുന്നു യോഹന്നാൻ സ്നാപകനെങ്കിൽ ഇന്ന് യേശു ഏകദേശം അതേ അവസ്ഥയിലാണ്. 400 കൊല്ലത്തെ ഒരു വലിയ അന്ധകാരത്തിന് ശേഷം ഒരു വെളിച്ചമായി താനും വന്നു. ഒരു ശബ്ദം അവിടെ വന്ന് വിളിച്ചു പറഞ്ഞപ്പം ജനം ശ്രദ്ധിച്ചു. ഇതുപോലെ ഇന്നും ഈ ഇരുട്ട് മൂടിയ ഈ ലോകത്ത് വാസ്തവമായിട്ട് ഞാനും നിങ്ങളും വി ഷുഡ് ബി ദ വോയിസ്, ഡോണ്ട് ബിക്കം ദ നോയ്സ്. ഓക്കെ, ഇന്നത്തെ പ്രശ്നം വി ആർ ഓൾ വാണ്ട് ടു ബി ദ നോയ്സ് ഓർ പാർട്ട് ഓഫ് ദ നോയ്സ്. പ്രവൃത്തികളുടെ പുസ്തകം ആക്ട്സ് ചാപ്റ്റർ 12:21-24. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 21 മുതൽ 24 വരെ ഒന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 12:21-24. നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. കണ്ടോ, ആരാ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലനായ പൗലോസ് അല്ലേ ഈ പ്രസംഗിക്കുന്നത്? ആരാ പ്രസംഗിക്കുന്നത്? ഹേരോദാവ് പ്രസംഗിച്ചു. ഹേരോദാവിനും പ്രസംഗിക്കാം. കാര്യം അയാൾ ഈ പറഞ്ഞ പോലെ രാജാവാ, അയാളും അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി അല്ലേ. അടുത്തത് എങ്ങനെ പ്രസംഗിച്ചു? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. അവിടെ ഇരുന്ന ജനങ്ങൾ, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്ന് ജനം ആർത്തു. അതാണ് പ്രശ്നം. ഇന്നും ചില പ്രസംഗം അങ്ങോട്ട് കേൾക്കുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ആർക്കാൻ തുടങ്ങും. ഈ ചില പ്രസംഗം അങ്ങോട്ട് തുടങ്ങുമ്പോഴേ എല്ലാവരും കൂടെ അങ്ങ് ആത്മാവിലായി അങ്ങ് പിന്നെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പ്രസംഗം തുടങ്ങിയ കാലത്ത് ഇതുപോലെ എടുത്ത് പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗം അങ്ങോട്ട് തുടങ്ങാനും പെട്ടെന്ന് എല്ലാവരും കൂടെ അങ്ങ് ആത്മാവിലായി, ഭയങ്കര കയ്യടിയും ബഹളവും അന്യഭാഷയും. എനിക്ക് പ്രസംഗിക്കാനോ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി വയ്ക്കുക. പക്ഷെ എൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്? ഞാൻ അവിടെ ഇരിക്കുന്ന സംഘാടകനെയും ആ പാസ്റ്ററെയൊക്കെ, നീയൊക്കെ ഇവിടെ എന്ത് പ്രസംഗിച്ചിട്ട് എന്തോ കണ്ട അഭിഷേകമുള്ളവൻ വന്നപ്പം കണ്ടോ, വന്നങ്ങോട്ട് പുൽപ്പിറ്റിലോട്ട് നിന്ന് മൈക്ക് അങ്ങോട്ട് എടുത്തപ്പോഴേ ഇവിടെ ആത്മാവ് അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞിട്ട് തീരുന്നില്ല. പിന്നാണ് മനസ്സിലായത് അവിടെ ദൈവവചനം പറയരുത്, പ്രസംഗിക്കരുത് പിശാചിന് വാശിയായിരുന്നു. അതിനകത്ത് ഞാനും വീണുപോയി. ഞാൻ വിചാരിച്ച് ഇത് എൻ്റെ എന്തോ അഭിഷേകം കൊണ്ടാണ് ജനങ്ങളെല്ലാം ആത്മാവിലായത്. വെറും ബഹളമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇതെനിക്ക് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി.
ഇന്നിങ്ങനെയൊക്കെ വല്ലയിടത്ത് ചെല്ലുമ്പോൾ ബഹളം വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഒന്ന് നിർത്താമോ പ്ലീസ്, ഞാനിവിടെ ദൈവവചനം പറയാനാണ് വന്നിരിക്കുന്നത്, ഇത് പറയാനാ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്, അത് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ബഹളം വെച്ചോ കുഴപ്പമില്ല, പക്ഷേ ഈ വചനത്തെ തടസ്സപ്പെടുത്തരുത്. ഇവിടെ നോക്കിയേ, ഹെരോദാവ് അങ്ങോട്ട് പ്രസംഗം കഴിച്ചപ്പോഴത്തേക്കും ജനമെല്ലാം കൂടെ അങ്ങ് ആർത്തു. ഓ, ആ ഹെരോദാവിൻ്റെ ആ ഇരിപ്പും മട്ടും പുള്ളിയുടെ ആ നോട്ടവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജനങ്ങളുടെ ആർപ്പ് കാണുമ്പോഴത്തേക്കും. പക്ഷേ ഈ ആർപ്പ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. കൃമിക്കിരയാന്നൊക്കെ എപ്പോഴാ ആലോചിച്ച് നോക്കിയേ അല്ലേ? അവിടെ വെച്ച് അടി കിട്ടി, ആള് പോയി. എന്തുവായിരുന്നു പ്രശ്നം? നോയ്സ്. ഇന്ന് ബഹളമുള്ളിടത്ത് ഇങ്ങനെ കർത്താവിൻ്റെ കരം ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. അതാ ദൈവത്തിൻ്റെ കരുണയായതുകൊണ്ടാണ്. പക്ഷെ ഓർത്തോണം, നമുക്ക് നോയ്സ് അല്ല വേണ്ടത്. പക്ഷെ അതിൻ്റെ അടുത്ത വാക്യം വായിച്ചേ, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഒറ്റ പ്രസംഗം കൊണ്ട് ഹെരോദാവ് തീർന്നു. പക്ഷെ ദൈവവചനം മേൽക്കുമേൽ പരന്നു. ഇതിൽ നമ്മളും ഹെരോദാവിൻ്റെ പ്രസംഗമാണോ അതോ ദൈവവചന ഘോഷണമാണോ? ഇന്ന് നമുക്ക് വേണ്ടത് ഹെരോദാവിൻ്റെ പ്രസംഗം അല്ല. ഇന്ന് ഈ ചില കൺവെൻഷൻ വേദികളിലൊക്കെ ഈ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് മന്ത്രിമാരെയൊക്കെ കൊണ്ട് അവർ ചെയ്യുന്ന പ്രസംഗങ്ങളൊക്കെ കാണുമ്പം നമുക്ക് സഹതാപം തോന്നുന്നു. അവർ മന്ത്രിമാരായിരിക്കാം, അവർ ചിലപ്പം രാഷ്ട്രീയക്കാരായിരിക്കാം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ അവർ വന്ന് ദൈവസഭയുടെ വേദികളിൽ വന്ന് നിന്നിട്ട് അവരും മൈക്കെടുത്തിട്ട് വലിയ പ്രസംഗങ്ങളൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കുമ്പം ഇത് ദൈവം കരുണയുള്ളവനായതുകൊണ്ട് കൊള്ളാം. അതിന് കേട്ടിട്ട് ഞങ്ങൾ ആർക്കാം കുറേ വിശ്വാസികളും അല്ലേ? ഇവിടെയൊക്കെ വാസ്തവമായിട്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം, ഭയപ്പെട്ട് നടുങ്ങണം പ്രിയപ്പെട്ടവരെ. വി ഡോണ്ട് വാണ്ട് നോയ്സ്, ബട്ട് വി നീഡ് ടു ഹിയർ ദി വോയിസ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവശബ്ദം കേൾക്കണം. ശരി, അടുത്ത പോയിന്റിലേക്ക് വരാം. ഇന്ന് പ്രസംഗങ്ങളിൽ പലപ്പോഴും ജീവനില്ലാത്തതിന് ഒരു കാരണം ടൂ മച്ച് ഓഫ് സ്റ്റോറി ടെല്ലിങ്. എന്താണ്? ഒത്തിരി കഥ. ഞാനിവിടെ ഒരു കഥ ആദ്യം പറഞ്ഞു കേട്ടോ, ക്ഷമിക്കണം. പക്ഷേ ടൂ ലിറ്റിൽ സ്ക്രിപ്ചർ ടീച്ചിങ്. ദൈവവചനം പഠിപ്പീരില്ല, പക്ഷേ എന്താണ്? കഥ പറച്ചിലുണ്ട്. അതും ഒരു സത്യമാണ്. ഒത്തിരി വേദികളിൽ എന്തേ ഉള്ളൂ, കഥ ഒത്തിരി പറയും. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം ആദ്യം. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1-4. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. ഓർമ്മയുണ്ടോ? പണ്ട് ചർച്ചിൽ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രീച്ച് ദ വേർഡ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചിലരൊക്കെ പ്രസംഗിക്കാൻ വന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് പ്രീച്ച് ദ വേർഡ്. പെട്ടെന്ന് എന്നിട്ട് ഒരു പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം, ഞാനൊരു ഓളത്തിലങ്ങ് പോവായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു പ്രീച്ച് ദ വേർഡ്. അത് എഴുതി വെച്ചത് നമ്മളല്ല, എഴുതി വെച്ചത് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തെ എഴുതിയിരിക്കുക. പ്രീച്ച് ദ വേർഡ്, വചനം പ്രസംഗിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അടുത്തത്, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. കണ്ടോ? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോട്. ഉപദേശം എന്നുള്ള വാക്ക് ഡോക്ട്രിൻ എന്നുള്ള വാക്ക്. ഇന്ന് ഡോക്ട്രിൻ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. ഈ ക്ലസ്റ്റർ ഇതിൽ ആദ്യത്തെ സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് ആദ്യത്തെ പാഠം. ഒറ്റ പേജേ ഉള്ളൂ, സൗണ്ട് ഡോക്ട്രിൻ. പഥ്യോപദേശം അല്ലേ? പഥ്യോപദേശം. ഇന്ന് ആർക്കും ഈ പഥ്യോപദേശം വേണ്ട അല്ലേ? ഈ ഉപദേശം ആർക്കും വേണ്ട. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാൻ കുഞ്ഞുനാളിലല്ല, കോളേജ് എന്നായിരുന്നു ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ പോയപ്പം ഒരു വലിയ അന്നത്തെ സുവിശേഷകനായൊരു ദൈവദാസൻ, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു വലിയ മഹായോഗം നടത്തപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും ഭാവം ശ്രദ്ധിച്ച് കേട്ടു. അദ്ദേഹം ഡോക്ട്രിൻ ഡിവൈഡ്സ്, അതായത് ഡോക്ട്രിൻ ഡിവൈഡ്സ്, ഈ ഉപദേശങ്ങൾ ഭിന്നിപ്പിക്കും, ബട്ട് ലവ് യുണൈറ്റ്സ്. സ്നേഹം എന്ത് ചെയ്യും? എല്ലാവരെയും ഒന്നിപ്പിക്കും. കത്തോലിക്കരെയും ഓർത്തഡോക്സരെയും മർത്തോമക്കാരെയും ബന്ധിക്കോസ്തരെയും വേർപാടുകാരെയും എല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകും. എന്താണ്? സ്നേഹം. പക്ഷേ ഡോക്ട്രിൻ ഡിവൈഡ്സ്. അപ്പം ഞാനിങ്ങനെ പുറകെ ഇരുന്ന് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ എനിക്ക് തോന്നി, ശരിയാ, എന്നേലും കാലത്ത് കട്ടാരത്തിൽ ഞാനങ്ങാണ്ടൊരു ദൈവവേലക്കാരനായ ഞാനൊരിക്കലും ഈ ഡോക്ട്രിൻ തൊടത്തില്ല. കാര്യം ഐ ഡോണ്ട് വാണ്ട് ടു ഡിവൈഡ് എനിവൺ.
ഐ വാണ്ട് ടു യുണൈറ്റ് എവറി വൺ. പിന്നാണ് ആലോചിച്ചത്, അത് ഈസ് ഇറ്റ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഡോക്ട്രിൻ ഡിവൈഡ്സ് എന്നുള്ളത് ശരിയാ അല്ലേ? ശരിയായ ഉപദേശം പറഞ്ഞാൽ ഭിന്നിപ്പുണ്ടാവും, അത് കുടുംബത്തിനകത്ത് തന്നെ ഭിന്നിപ്പുണ്ടാവും, ശരിയല്ലേ? അതൊരു പുതുമയുള്ള കാര്യമല്ല പ്രിയപ്പെട്ടത്. അപ്പോൾ അവിടെ ഈ പഥ്യോപദേശം എന്ത് ചെയ്യണം? അവിടെ ഉപദേശത്തോടു കൂടി അല്ല, ശാസിക്കണം. ആരെങ്കിലും ഈ വചനം വെച്ച് നിങ്ങളെ ഒന്ന് ശാസിച്ചാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. നമുക്ക് ആ കൂടി ഈ ശാസിക്കാന്ന് കേൾക്കും. ആരെയാണ് ശാസിക്കുന്നത്? ഇവിടെ ഉപദേശകരോട് പറഞ്ഞിരിക്കുന്നത് പിശാചിനെ ശാസിക്കാനല്ല, വചനം വെച്ച് നല്ല ശാസിക്കണം അല്ലേ? അടുത്തത് തർജ്ജനം ചെയ്യുക. അതെന്തുവാ? വടിയെടുത്തിട്ട് ഇനി പറയോ, ഇനിയങ്ങാണ് നീ ഒരു കള്ളനെ പിടിച്ച് തെങ്ങി വെച്ച് കെട്ടി, അവസാനം എല്ലാം കൂടെ ചേർന്ന് അവനെ വിടാൻ തീരുമാനിച്ചു. പോലീസ് കൊടുക്കുന്നില്ല. പക്ഷെ പോലീസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യപരിപാടിയൊക്കെ ഉണ്ട്. എന്താണ്? തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ വേരട്ടി അവൻ്റെ അല്ലേ, ഇതുപോലെ വചനം വെച്ച് തർജ്ജനം ചെയ്യണം. ഇന്നിങ്ങനെയുള്ള ഇതുവല്ലതും കേൾക്കാറുണ്ടോ? ഇന്ന് ചെയ്യുന്നത് മുഴുവൻ പഴുത്തിങ്ങനെ വേദനയെടുത്ത് അല്ലേ പൊട്ടാറായിരിക്കുക. പക്ഷേ ഇച്ചിരി ഒലിവ് ഓയിൽ കൊണ്ടുവന്നിട്ട് എന്താണ് അതിൻ്റെ ലഘുവായിട്ട് ഇങ്ങനെ പെരട്ടിയിട്ട് സമാധാനം, സ്തോത്രം. ശരിക്കും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിരങ്ങ് വരും. ഇപ്പോഴാർക്കും ഇതൊന്നും വരത്തില്ല. മണ്ണി കളിക്കുന്നില്ലല്ലോ പിള്ളേർ. നമ്മളൊക്കെ മണ്ണി കളിച്ചുകൊണ്ടായിരിക്കും 2 കാലിലും ചിരങ്ങുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇതും കൊണ്ട് വരും. ആദ്യമൊക്കെ പിടിച്ചൊക്കെ നടക്കും. ഒരു ദിവസം ഇങ്ങ് പിടിച്ചിട്ട് പൈപ്പിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു ചകിരി ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ഇങ്ങോട്ട് പിടിച്ചാൽ ലൈഫ് ബോയ് സോപ്പിലോട്ടും തോണ്ടിയിട്ട് ഒരു പിടി. എൻ്റെ അമ്മോ, 17-14 ലോകവും കണ്ടിരിക്കും. പക്ഷെ ആ ഒരൊറ്റ ഞെക്കി പിഴിഞ്ഞ ഒരു കഴിവോട് കൂടി സംഗതി ക്ലീനായി. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് തുടച്ചിട്ട് ഒരു പെൻസിലിൻ ഓയിൻമെൻറ്റും അങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് അടുത്ത ദിവസം അത് കരിഞ്ഞു. പക്ഷെ അത് ചെയ്യാതെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നിടത്തോളം കാലം അത് ഒരിക്കലും പുറത്തിട്ടില്ല. ഇതുപോലെ ഒത്തിരി പേര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പഴുത്ത് പൊട്ടാറായിരിക്കുക, വേദന കൊണ്ട് പൊളയുക. പക്ഷേ ഈ ദൈവവചനം വെച്ച് എന്ത് ചെയ്യണം? ശാസിക്കണം, തർജ്ജമ ചെയ്യണം. ലഘുവായിട്ടല്ല ഇതിന് ചികിത്സ വേണ്ടിയത്, ആ കാലം പോയി പ്രിയപ്പെട്ടവരെ അല്ലേ? വളരെ എന്താ പറഞ്ഞ എങ്ങനത്തെ സർജറിയാ? അതാണ് നമുക്കിന്ന് വേണ്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ട. ശരി, അടുത്തത് പ്രബോധിപ്പിക്കുക അല്ലേ? ആ പ്രബോധം എന്ന വാക്ക്, എക്സോട്ട് എന്നുള്ള വാക്കിൻ്റെ അത് എൻകറേജ് ദം. എല്ലാം പറഞ്ഞ് വരട്ടി അങ്ങ് വിട്ടുകളരുത്, അവരെ എൻകറേജ് ചെയ്യും, വചനം കൊണ്ട് എൻകറേജ് ചെയ്യും. അടുത്തത് അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ. അവരെന്ത് ചെയ്യും? പത്യോപദേശം പൊറുക്കത്തില്ല. They won't put up with some doctrine. They hate it. They don't like it. They don't love it. അല്ലേ? ഒരിക്കലും വചനം കേൾക്കാൻ, ഈ ഉപദേശം കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. അടുത്തത് കർണരസം. ഇത്രയേ ഉള്ളൂ. ഈ ചെവിക്ക് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാൻ എന്ത് ചെയ്യും? സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, വൈദ്യൻ കൽപ്പിച്ചത് പാല്. രോഗി ഇച്ഛിച്ചുകൊണ്ടിരുന്നത് എന്തുവാ? പാല്. സുഖമായല്ലോ. ഇന്നത്തെ പ്രശ്നം ഇതാ, ഈ സഭ എന്ത് ഇച്ഛിച്ചിരിക്കുന്നോ അത് തന്നെ വന്ന് വിളമ്പി കൊടുക്കുന്ന ഉപദേഷ്ടാക്കന്മാരാ. ഇതായി പ്രശ്നം. പക്ഷേ നമുക്കിഷ്ടമുള്ളത് കേൾക്കാനല്ല നമ്മൾ സഭയിൽ വരേണ്ടത്. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തതും കേൾക്കേണ്ടി വരും. ദൈവവചനം ചിലപ്പോൾ നമ്മളെ മുറിക്കും. പക്ഷേ ഈ മുറിക്കുന്ന ദൈവവചനം മുറി കെട്ടുകയും ചെയ്യും. ചിലപ്പം എഴുന്നേറ്റ് അന്ന് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് അങ്ങോട്ട് പ്രസംഗിച്ചപ്പം അവിടെ ഇരിക്കുന്ന വാക്കുണ്ട്, കേട്ടവർക്ക് കുത്തുകൊണ്ടു. അതുകൊണ്ട് എന്ത് പറ്റി? ആ കുത്ത് 3000 പേരെ മാനസാന്തരത്തിന് കാരണമായി. ഇന്നത്തെ പ്രശ്നം എങ്ങും കുത്തില്ല, അതാണ് പ്രശ്നം. അതായത് പരിശുദ്ധാത്മാ ഉള്ളിലൊരു കുത്ത് തരും. ആ കുത്താണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള അത് നമ്മൾ ഉടമ്പ എന്തിനാ ഈ കുത്തി പ്രസംഗിക്കുന്നേ? പണ്ടൊക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. ഈ പണ്ടൊരു കലാപരിപാടിയുണ്ട്, ഈ കുത്തി പ്രസംഗം മാത്രമല്ല, കുത്തി സാക്ഷ്യവും കൂടെ ഉണ്ട് അല്ലേ? ഒരാൾ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയുമ്പോൾ അവനോട്ടൊരു കുത്ത്, ഉടനെ അടുത്ത ആൾ എങ്കിൽ ഞാൻ കുത്തിയിട്ടേ ഉള്ളൂ, ബാക്കി അന്യോന്യം കുത്ത് അല്ലേ? പക്ഷേ അതൊന്നുമല്ല. പരിശുദ്ധാത്മാവിൽ, അത് ഈ പറഞ്ഞ പോലെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അപ്പം നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ബോധം തരൂ എന്നുള്ള കാര്യം മറക്കരുത്. ശരി, അടുത്തത് സത്യത്തിന് 4-ാം വാക്യം. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കെട്ടുകഥ, ആ വാക്ക് പറയാനാണ് ഞാൻ വന്നത്. സത്യത്തിന്, അത് സത്യം എനിക്ക് കേൾക്കണ്ട, പക്ഷെ എന്ത് കേൾക്കണം? ഇച്ചിങ് ഇയേഴ്സ് എന്നാണ്. ഇച്ചിങ് ഇയേഴ്സ്. അവരുടെ ചെവി ഇങ്ങനെ, ഓ ഇച്ചിരി പറഞ്ഞേ, അയ്യോ എന്തോ ഈ പറയുന്നത്? കെട്ടുകഥ. ഈ കെട്ടുകഥ എന്ത് മനോഹരമായിട്ട് ഓരോരുത്തർക്ക് പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാമെന്നറിയോ? അയ്യോ, ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ചില കൊട്ടുകഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു കഥകളാണ്. അത് കേട്ടാൽ കെട്ടുകഥയാന്ന് തോന്നത്തില്ല. സത്യം പറഞ്ഞാൽ മുഴുവൻ വ്യാജമാണ്, പക്ഷേ ഇത് ഒറിജിനൽ പോലിരിക്കും. അതുപോലെ കഥ, ആ കഥയാണ്. ആ കഥ പോയി പിന്നെ നമ്മളെല്ലായിടത്തും പറയും. പക്ഷേ അവിടെ കേട്ട വചനം എന്തു വരുന്നത്, ദൈവം എന്തോ സംസാരിച്ച അത് പറയാനില്ല. പക്ഷെ കഥ നമ്മളിങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയും. കഥയല്ല നമുക്ക് വേണ്ട പ്രിയപ്പെട്ട. കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. തീത്തോസിൻ്റെ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14, ടൈറ്റസ് 1:13 and 14. തീത്തോസ് 1:13-14. ഈ സാക്ഷ്യം നേർ തന്നെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി. നമ്മൾ നേരത്തെ കേട്ടത് വിശ്വാസത്തെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും. നമ്മുടെ കൺസേൺ മൊത്തം എന്താ? നമുക്ക് എന്തോത്തി ആരോഗ്യമാവണം. എന്തിനായി പാടുപെട്ട് കഴിക്കുന്നതും മരുന്ന് കഴിക്കുന്നതും ജിമ്മിൽ പോകുന്നതും അല്ലേ, പ്രോട്ടീൻ ഡയറ്റും മറ്റേ എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും അല്ലേ, ഇതെല്ലാം കൊള്ളാം, എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ ഒന്ന് ഓർത്തോണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി. ഇനി ചോദിച്ചോട്ടെ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ള എത്ര പേരുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തുമാത്രം നമ്മൾ വില കൊടുക്കുന്നു, എന്തുമാത്രം ഗൗരവമായിട്ട് ആ കാര്യത്തെ എടുക്കുന്നു. വാട്ട് അബൌട്ട് അവർ spiritual health? Are you healthy spiritually? How far are our families healthy spiritually? Spiritually എത്രത്തോളം നമ്മൾ ഹെൽത്തിയാണ് അല്ലേ? ആലോചിക്കട്ടെ. ഇന്ന് ഇവിടുന്ന് പോകുമ്പം ഈ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് പോയിക്കാട്ടെ, ലോർഡ്, ആം ഐ ഹെൽത്തി സ്പിരിച്വലി? ഇഫ് നോട്ട്, കാരണം ഈ ശരീരത്തിൽ ഞാൻ അൺഹെൽത്തി ആണെങ്കിൽ, സിക്കാണെങ്കിൽ, അത് എൻ്റെ ചിലപ്പോൾ എൻ്റെ മരണത്തിന് വരെ കാരണമായിത്തീരും. പക്ഷേ മരിച്ചാലും അത്രയേ ഉള്ളൂ, ശരീരമേ മരിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ ആത്മീയതയിൽ ഒരു സിക്കായാൽ, അത് മരണത്തിനെങ്ങാനും കാരണമായാൽ, ആ മരണം എൻ്റെ ശരീരത്തിലെ മരണത്തിൻ്റെ എഫക്റ്റ് അല്ല, അതിൻ്റെ നിത്യതയെ ബാധിക്കാവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ലെറ്റ്സ് ബി കെയർഫുൾ, ലെറ്റ് ടേക്ക് തിങ്സ് സീരിയസ്ലി. ഓക്കെ, അത് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടത്. എന്തൊക്കെയാ കഥ? യഹൂദ കഥകളും. കണ്ട, സർദാർജി കഥ, നമ്പൂതിരി ഫലിതം എന്നൊക്കെ പറയുന്ന പോലെ എന്ത് കഥയുണ്ട്? യഹൂദ കഥ. ഈ യഹൂദ കഥ എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് ചിരിച്ച് കളയണ്ട. ഇപ്പം ഈ കിടന്നുകൊണ്ട്, ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു യുദ്ധമൊക്കെ നടക്കുന്നില്ല ചില രാജ്യത്ത്, ഇപ്പം നമ്മുടെ ബോർഡറല്ല, അതിന് തൊട്ട് മുമ്പുള്ള അവിടുത്തെ കഥകൾ വെച്ചിട്ട് നിങ്ങൾ ഈ ഇൻ്റർനെറ്റിൽ കയറി ഓരോ പാസ്റ്റർമാരുടെ ലോകാവസാനത്തോട് ചേർന്ന് ഇപ്പം തൊട്ട് മുമ്പ് ഇപ്പോൾ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന പേരുള്ള ഒരാൾ വരും, അയാളാണ് അന്തിക്രിസ്തു. ചീറ്റിപ്പോയി, ആ പേരുള്ള ആളല്ല വന്നത്. ഇതോട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് വന്നത്. അതും ഒരു വെള്ളക്കാരൻ, അമേരിക്കക്കാരനാണ് വന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഈ യഹൂദ കഥകളാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന യഹൂദ കഥ എന്താണെന്നുള്ള എൻ്റെ വിഷയമല്ല. ഇപ്പോഴും നമ്മൾ ആ യഹൂദനോട്ട് ബന്ധപ്പെട്ടതും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ കഥകളാണ് നമ്മൾ വരുന്നുണ്ട്. പിന്നെ ജനത്തെ പിടിച്ച് നിർത്തണ്ടേ? എന്തെങ്കിലുമൊക്കെ ഞായറാഴ്ച പുതിയ ഇൻഫർമേഷൻ പറഞ്ഞെങ്കിലല്ലേ പാസ്റ്റർ അപ്ഡേറ്റഡ് ആവത്തുള്ളൂ അല്ലേ? സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കലും ഇതൊന്നും പറയാത്തത്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന്? അത്യാവശ്യം ഞാനും ഇതെല്ലാം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം തന്നെയാണ്. പക്ഷെ അതല്ല എൻ്റെ വിശ്വാസത്തിന് ആധാരം. അതല്ല എൻ്റെ വിശ്വാസത്തിന് ആധാരം. നിങ്ങളുടെ കൈയടി വാങ്ങിക്കാൻ അത് ഏറ്റവും നല്ലതാണ്. യഹൂദ കഥ പറഞ്ഞാൽ മതി അല്ലേ? ഇപ്പോഴത്തെ മോഡേൺ, ഇപ്പോഴത്തെ ട്രെൻഡ്, കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനും ചേർന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഇൻഫർമേഷനാണ്. പക്ഷെ അതങ്ങോട്ട് ഒന്ന് പ്രസംഗിച്ചാൽ നിങ്ങളെല്ലാം ഇരുന്നോണ്ട് അയ്യോ, എൻ്റെ അമ്മോ,
പക്ഷെ ഞാൻ പറയട്ടെ, യഹൂദ കഥകളും അടുത്തത് സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പന. ഇതാണ് ഞാൻ പറഞ്ഞ ഇച്ചിരി കൂടി പോകൊണ്ട് പറയുന്നില്ല. ഈ മനുഷ്യരുടെ കൽപ്പന, എൻ്റെ അമ്മോ, എനിക്കത് ചിലതൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ ഈ പല അനുഭവങ്ങളും ഒക്കെ പക്ഷേ ഓൺലൈനിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇരുന്ന് കേൾക്കുന്നുകൊണ്ട് വിട്ടിരിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ജീവിതകാലം പോക്കിയിട്ടുള്ളവരെ എനിക്കറിയാം. മനുഷ്യരുടെ കൽപ്പനകൾ കേട്ട് കുടുംബം തകർന്നു പോയിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു മനുഷ്യരുടെ കൽപ്പനയും വേണ്ട, ഒരു യഹൂദ കഥയും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കാം. വേണ്ട. നേരത്തെ ഒരു ശാസനം പറഞ്ഞു, തീത്തോസിനോട് പറയാ, എന്തുവാ എടാ മോനെ, ചുമ്മാ ഞാൻ തിമോത്തിയോസിനോട് പറഞ്ഞപ്പോൾ ശാസിക്കണമെന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ നിന്നോടൊരു വടിയും കൂടെ കൂട്ടി പറയാ, കഠിനമായി ശാസിക്കണം. ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെ കഠിനമായിട്ട് ശാസിക്കുന്നതെന്ന്. നമ്മൾ വരയ്ക്കുന്ന പിശാചിനെ പിശാചെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനടുത്ത് കഠിനം എങ്ങനെയാ? കുറച്ചുകൂടെ ഒന്ന് വോളിയം കൂട്ടിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഡയഫ്രം അടിച്ചു പോകണം, അതുപോലെ ശാസിക്കണം. നിങ്ങൾ ചിരിച്ചെങ്കിലും ഞാൻ പറഞ്ഞ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നുമല്ല. വി നീഡ് എന്താണ്? സ്ക്രിപ്ചർ ടീച്ചിങ് റാദർ ദാൻ സ്റ്റോറി ടെല്ലിങ്. നമുക്ക് എന്താ വേണ്ടിയത്? ദൈവവചന പഠനം വേണം, ദൈവവചന ഉപദേശം വേണം. പ്രിയപ്പെട്ടവരെ, കഥയല്ല നമുക്ക് വേണ്ടത്. എൻ്റെ ബാക്കി ഭാഗം നോക്കർത്താവെന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്ക് നോക്കാം. ഇന്ന് ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച്, കർത്താവേ, ഇന്ന് ഞങ്ങൾ വന്നിരുന്ന മുതൽ കേട്ട ദൈവവചനം ഒരു കാര്യം മനസ്സിലാക്കി. ഞങ്ങളുടെ നങ്കൂരം കർത്താവേ, വ്യൂ ആർ ആർ ആങ്കർ. വിശ്വാസം ഒരു ആങ്കർ പോലെയാണെന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ എത്ര അൺസ്റ്റേബിൾ, അല്ലെങ്കിൽ എത്ര ഈ പറഞ്ഞ പോലെ കലങ്ങി മറിഞ്ഞു കുലുങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം തകരുമെന്ന് ചിന്തിക്കുന്ന ഏതവസ്ഥയിലും ഒരു നങ്കൂരം ഉണ്ടെങ്കിൽ അത് ഉറപ്പുണ്ട്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ അനേകർ കിടന്ന് ആടി ഒലയുന്നതിന് കാരണം അവരുടെ നങ്കൂരത്തിൻ്റെ കുഴപ്പമാണ്. എവിടെ ഒരു പിടുത്തമില്ല എന്ന് പറയുന്ന പോലെ, എവിടെ ഒരു പിടുത്തമില്ല. ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ പിടുത്തം എവിടാ? നിങ്ങൾ എവിടാ ഒരു പിടി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഒലഞ്ഞു പോകാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നൊരു നങ്കൂരമുണ്ട്. അതൊന്ന് ഉറക്കട്ട് പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് നമുക്കൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും? കർത്താവേ, വാസ്തവമായിട്ടും കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഉറച്ചുകൊണ്ട് കർത്താവ്, സത്യത്തിൽ കർത്താവേ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ, സത്യവചനം കർത്താവെ യഥാർത്ഥമായിട്ട് കർത്താവ് പ്രസ്താവിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. കഴിവിക്കഥകളും കർത്താവേ, നിർമ്മിത കഥകളും യഹൂദ കഥകളും ഒന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. വാസ്തവമായിട്ട് ആ യോഹന്നാൻ സ്നാപകൻ കർത്താവെ, അവൻ മരുഭൂമിയിലൊരു ശബ്ദമായിരുന്നതുപോലെ, ലെറ്റ് മീ ബി എ വോയിസ് ലോർഡ്, ഈവൻ ഇൻ ദ ഡെസേർട്ട് ലെറ്റ് മീ ബി എ വോയിസ്, ലെറ്റ് മീ നോട്ട് ബി എ നോയ്സ് ലോർഡ്. ഒരു ബഹളമല്ല കർത്താവെ, യഥാർത്ഥമായി ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ ശബ്ദമായി തീരുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു നിമിഷം സമർപ്പിച്ചാട്ട്. കർത്താവെ, സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങളെല്ലാം അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് കാണുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ഹൃദയത്തോട് വന്ന സമയം മുതൽ അവിടെ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.